ഉമ്മ പത്തിരി ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പൊരിക്കടി നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. എണ്ണ ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി ഇതൊക്കെ ഇട്ട് വഴറ്റിയെടുക്കുക. പിന്നെ വേണ്ട മസാലപ്പൊടികളൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുത്തു. ഇത് ആദ്യം വേവിച്ചതായിരുന്നു. അപ്പോൾ അതൊന്ന് ഉടച്ചെടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചിക്കനും വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചോപ്പർ ഉണ്ടെങ്കിൽ ഏറ്റവും സുഖം ഇതിൽ ക്രഷ് ചെയ്തെടുക്കാനാണ്. ചിക്കനും കിഴങ്ങും കൂടിയും നേരത്തെ ഉണ്ടാക്കിയ മസാലയും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മസാല ചൂടാറിയിട്ട് ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഞാനിങ്ങനെ ഒരു മോൾഡിലാണ് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഷേപ്പൊന്നും പോവാതെ നല്ല അടിപൊളിയായിട്ട് ഇത് കിട്ടും. പിന്നെ മുട്ടൻ്റെ വെള്ളയിലും ഡിപ്പ് ചെയ്യുക. ശേഷം ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യുക, പൊരിക്കുക. നമ്മൾ വെള്ളയിൽ വേണം എപ്പോഴും ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എണ്ണയിൽ ഇടുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം നോമ്പറക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ വെള്ളം കുടിച്ചിട്ട് നോമ്പറുന്നു. ഫ്രൂട്ട്സായിട്ട് വത്തക്കേനു. അപ്പോൾ അത് 2-3 കഴിച്ചു. പിന്നെ പൊരിക്കടിയായിട്ട് പഴംപൊരിയും പിന്നെ ഞാൻ ഉണ്ടാക്കിയ അടിപൊളി കട്ട്ലേറ്റ് ചെയ്യുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കട്ട്ലേറ്റ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റെസിപ്പി, എല്ലാവർക്കും അറിയണതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചിക്കൻ കറിയും പത്തിരിയൊക്കെ കഴിച്ചു. അപ്പോൾ അന്നത്തെ ദിവസം ഇത്രയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വ്ലോഗ്.